നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ അന്തരീക്ഷമാണെന്ന് LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. നാടിന്റെ വികസനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ചെന്നും സ്വരാജ്. അമരമ്പലം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് സ്വരാജിന്റെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിക്കുന്നു. അമരമ്പലം സൗത്തിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 9 മാസം മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത്. ചെറിയ കാലയളവാണെങ്കിലും മണ്ഡലത്തിലെ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്ന് എം സ്വരാജ്. കാലയളവ് കുറവാണ്. കുറച്ച് മാസങ്ങളിൽ വൻ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനും പൂർണ്ണതയെത്തിക്കാനുമുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സത്യമാണ്. പക്ഷെ പുതിയ തുടക്കങ്ങൾക്ക് ഈ കാലം, ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് ഉപയോഗപ്പെടുത്താനാവും എന്ന കാര്യം ഉറപ്പാണ്. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിക്കാനാണ് നമ്മൾ ഒരുമിച്ച്. വികസനങ്ങൾ വേണ്ട എന്ന നിലപാടാണ് UDF സ്വീകരിക്കുന്നതെന്നും സ്വരാജ് പറഞ്ഞു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പോത്തുകല്ല്, ചുങ്കത്തറ, എടക്കര, മൂക്കേടം, കരുളായി, അമരമ്പലം ഗ്രാമപഞ്ചായത്തുകളിലൂടെയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നത്. ഈ മലയോര ഹൈവേ വേണ്ട എന്ന നിലപാടാണ് UDF സ്വീകരിച്ചത്. ആദ്യ സ്വീകരണ കേന്ദ്രത്തിൽ MV ജയരാജനും പങ്കെടുത്തു. ഇതുവരെ നിലമ്പൂരിൽ കാണാത്ത തെരഞ്ഞെടുപ്പ് ആവേശമാണ് ഇന്നുള്ളതെന്നും LDFന്റെ കൂടെയാണ് ജനങ്ങളെന്നും ജയരാജൻ. പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ വന്നു എന്ന് തെളിയിക്കുന്നത് ഇതുവരെ ഈ പ്രദേശത്തുണ്ടാകാത്ത വിധമുള്ള തെരഞ്ഞെടുപ്പിൻ്റേതായ ഒരാവേശം ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത ഇവിടെ വന്നിരിക്കുകയാണ്. അമരമ്പലം പഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിലൂടെയാണ് ഇന്ന് പര്യടനം നടക്കുന്നത്. രാത്രിയോടെ പന്നിക്കുളത്ത് പര്യടനം സമാപിക്കും. കൈരളി ന്യൂസ്, നിലമ്പൂർ.